ഡെന്നീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോഴിമുട്ട എങ്ങനെയാണ് എളുപ്പത്തിൽ പുഴുങ്ങിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ടൊരു 4 മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 2 കല്ല് ഉപ്പിടുക, കല്ലുപ്പ് 2 കല്ലിടുക. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. ഇനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യുക. മുട്ടയുടെ മേലെ വെള്ളം നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിക്കണം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്കൊന്നൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കുവാനായിട്ട് അനുവദിക്കുക. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്നത് നോക്കാം. ഇതിങ്ങനെ തുറന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോഴിതാ മുട്ട അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. വെള്ളം ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതിന്ന് മുട്ട പൊളിച്ചെടുക്കാം. ഇപ്പോൾ ആ മുട്ടയൊക്കെ തിളച്ചിട്ടുള്ള വെള്ളം നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഇനി ഈ ഓരോ മുട്ടകളെടുത്ത് ഇങ്ങനെ ഒന്ന് തട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തോല് തിന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. കാരണം വിനീഗർ ചേർത്ത കാരണം മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ തോലും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും അടർത്തിയെടുക്കാം. നമുക്ക് ഇതേപോലെ മറ്റേ മുട്ടകളും നമുക്ക് തോലെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോഴത്തെ നമ്മുടെ മുട്ടയെല്ലാം തൊണ്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിനീഗർ ചേർത്തിട്ട് നിങ്ങൾ മുട്ട പുഴുങ്ങാൻ വെച്ച വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ചൂടാറിയതിന് ശേഷം പൊളിച്ചാൽ ഇത് കറക്റ്റായിട്ടും വെന്തിട്ടുണ്ടാവും. എളുപ്പത്തിൽ അതിൽ നിന്ന് നമുക്ക് തോല് റിമൂവ് ചെയ്യാനും പറ്റും. ഈ വിധത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെന്നീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.